ഏവർക്കും നമസ്കാരം. ഹൗസ് ഓഫ് ബുക്സിൽ ഇതുവരെ നടന്ന ചർച്ചകൾ ഒക്കെയും പിറവി കൊണ്ട പുസ്തകങ്ങളെ പറ്റിയായിരുന്നു. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പിറക്കാൻ പോകുന്ന ഒരു പുസ്തകത്തെ പറ്റി, വായനക്കാരുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ഒരു പുസ്തകത്തെ പറ്റിയാണ്. അഷ്ടമൂർത്തി മാഷ് ആയിട്ടുള്ള എൻ്റെ സൗഹൃദത്തിന് 30 വർഷത്തിലധികം പഴക്കമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ റിഹേഴ്സൽ ക്യാമ്പ് കുങ്കുമം അവാർഡ് നേടി. അതിനുശേഷം 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മാഷ് രണ്ടാമത് ഒരു നോവൽ എഴുതിയത്. പക്ഷേ കഴിഞ്ഞ 50 വർഷമായി, 5 ദശാബ്ദമായി മലയാള സാഹിത്യത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് അഷ്ടമൂർത്തി മാഷ്. നിരന്തരം കഥകളിലൂടെ, ഓർമ്മക്കുറിപ്പുകളിലൂടെ, സാമൂഹ്യമായ നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം നിരന്തരം നമ്മളുമായി സംവദിച്ചു കൊണ്ടേയിരിക്കുന്നു. 2024 മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ക്യൂറേറ്റർ എന്ന നോവൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നോവലാണ്. 2026 മാധ്യമം ആഴ്ചപ്പതിപ്പിൽ വന്നു തുടങ്ങിയ പുതിയ നോവൽ ജമന്തിപ്പൂക്കൾ നീണ്ട കഥയുടെ കഥ എന്ന നോവൽ, അത് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. 4-5 മാസങ്ങൾക്കുള്ളിൽ പുസ്തക രൂപത്തിൽ അത് വരും. അപ്പോഴേക്കും മാധ്യമത്തിലുള്ള പ്രസിദ്ധീകരണം കഴിയും. ആ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ആ പുസ്തക രൂപത്തിൽ ആകാൻ പോകുന്ന ആ നോവൽ വായിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം എന്തുകൊണ്ടെന്നറിയില്ല, എനിക്കതിൻ്റെ PDF അയച്ചു തരികയും ഞാൻ വായിക്കുകയും ചെയ്തതാണ്. ജമന്തിപ്പൂക്കൾ നീണ്ട കഥയുടെ കഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പുസ്തകത്തിൻ്റെ പേരിൽ ഒരാകാംക്ഷയുണ്ട്. സാധാരണ നോവലുകളിൽ കാണുന്ന ഒരു പേരല്ല. പക്ഷേ ആ പേര് കുറേ വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളത്തിൽ ആഴ്ചപ്പതിപ്പുകൾ ധാരാളമായി നിന്ന കാലത്ത് ആ ആഴ്ചപ്പതിപ്പുകളിൽ വന്നിരുന്ന നോവലുകളുടെ പേരുമായി സാമ്യമുള്ള ഒന്നാണ് ജമന്തിപ്പൂക്കൾ നീണ്ട കഥയുടെ കഥ. ആ നോവൽ ചർച്ച ചെയ്യുന്നതും അങ്ങനെ ഒരു വിഷയം തന്നെയാണ്. 1980 മുതൽ 90 വരെ മലയാള ഭാഷയിൽ, അല്ലെങ്കിൽ മലയാളത്തെ അടക്കിവാണ ആഴ്ചപ്പതിപ്പുകളുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ആത്മകഥയാണ് ജമന്തിപ്പൂക്കളുടെ കഥ, അല്ലെങ്കിൽ ജമന്തിപ്പൂക്കൾ നീണ്ട കഥയുടെ കഥ. നമ്മൾ പൈങ്കിളി സാഹിത്യമെന്നോ അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട സാഹിത്യമെന്നോ ഒക്കെ അന്ന് പറഞ്ഞിരുന്ന ആ ഒരു വിഷയം, അല്ലെങ്കിൽ ആ ഒരു സാഹിത്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഴ്ചപ്പതിപ്പുകൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ്. അത് തിരഞ്ഞെടുക്കാൻ മാഷിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളിലേക്കാണ് നമ്മുടെ ആകാംക്ഷ ആദ്യം പോകുന്നത്. മാഷ് അതിനെപ്പറ്റി നമ്മളോട് ആദ്യം സംസാരിക്കും. ഫെസ്റ്റിവലിലേക്ക് ഞങ്ങളുടെ ഈ പരിപാടിക്ക് അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യമായിട്ട് നന്ദി പറയട്ടെ. അടുപ്പിച്ചിരുന്നു 1985 മുതൽ 95 വരെ നമ്മുടെ വായനയെ, അല്ലെങ്കിൽ ഭൂരിഭാഗം വായനക്കാരെ ആകർഷിച്ച ഒരു വിഭാഗം വാരികകളുണ്ടായിരുന്നു. നമുക്കറിയാം 50കളിലൊക്കെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പാണ് അത്തരമൊരു സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചത്. അന്നും മുഖ്യധാരയിൽപ്പെട്ട വാരികളേക്കാൾ എത്രയോ കൂടുതൽ വായനക്കാരുണ്ടായിരുന്നു മനോരമ ആഴ്ചപ്പതിപ്പിന്. പിന്നീട് ഈ പറഞ്ഞ 80കളുടെ ആദ്യപാദത്തിലും 90കളുടെ
ആദ്യ പാദത്തിലും ഏകദേശം നീണ്ടത് 85 മുതൽ 95 വരെ നീണ്ടു നിന്ന വലിയൊരു ഇൻഡസ്ട്രി ആയിരുന്നു കോട്ടയത്ത് നിന്നുള്ള ഈ വാരികൾ. നമ്മളതിനെ പലതരത്തിലും ജനപ്രിയ വാരികൾ, മംഗളം വാരികൾ, ഇക്കിളി വാരികൾ എന്നൊക്കെ നമ്മളതിനെപ്പറ്റി വളരെ പുച്ഛത്തോടു കൂടി വിളിക്കാറുണ്ട്. ആ വാരികൾ ഈ പറഞ്ഞ 90-കൾ 95-ന് ശേഷം എല്ലാം ഓരോന്നോരോന്നായിട്ട് പൂട്ടിപ്പോയി. അവസാനമായിട്ട് പൂട്ടിപ്പോയത് മംഗളം വാരികയായിരുന്നു. മംഗളം വാരിക 2022 വരെ പിടിച്ചു നിന്നു. അവർക്കും അവസാനം പൂട്ടിപ്പോണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും മനോരമ മാത്രമായി. വേറെ ഒരു വാരികയും ഇപ്പോൾ ആ ശ്രേണിയിൽപ്പെട്ട ഒരു വാരികയും വേറെ ഇല്ല. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു കൗതുകകരമായിട്ടുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. ഇപ്പോൾ ഈ ക്യൂറേറ്റർ എന്നുള്ള നോവലിൽ മുഖ്യധാര വാരികകൾ സൂക്ഷിച്ച് വെച്ച് വയ്ക്കുന്ന ഒരു ആളെക്കുറിച്ചുള്ള നോവലായിരുന്നു. എനിക്ക് തോന്നി ഇതുപോലെ തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണല്ലോ ഈ പൈങ്കിളി വാരികൾ എന്ന് പറയുന്ന ഈ വാരികൾ. നമ്മളതിന് കളിയാക്കിയിട്ട് പറയണം മാമാങ്കം, മംഗളം, മനോരാജ്യം എന്നൊക്കെ പറഞ്ഞ ഒരു ശരിക്കുള്ള പേരുകൾ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ വാരികൾ എന്നൊക്കെ പറഞ്ഞിരുന്നു അതിനെപ്പറ്റി. അതൊന്ന് അന്വേഷിച്ച് പോയപ്പോൾ എനിക്കൊരു തമാശ തോന്നി. അതിൻ്റെ കണക്കെടുപ്പിൽ നമുക്ക് ഒരുപാട് ഡാറ്റ കിട്ടും. നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ എഴുതിയിരുന്ന എഴുത്തുകാർ, നോവലിസ്റ്റുകളെന്ന് പറയപ്പെടുന്ന ഒരുപാട് എഴുത്തുകാർ ഇന്ന് അപ്രത്യക്ഷമാണ്. ഞാൻ എന്നെയൊക്കെ 220ഓളം നോവലിസ്റ്റുകളുണ്ടായിരുന്നു. അതിൽ മാത്രം എഴുതുന്ന ആളുകൾ. അത് കുറേ പുസ്തകമായിട്ട് വരാറുണ്ട്. പക്ഷേ പുസ്തകങ്ങളൊന്നും ആരും അങ്ങനെ പുസ്തക രൂപത്തിൽ വായിക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ മുഖ്യധാര നോവലുകൾ തന്നെയാണ് വായിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇത് മിക്കവാറും ആഴ്ചപ്പതിപ്പുകളിൽ വന്ന് ആഴ്ചപ്പതിപ്പുകളിൽ അവസാനിക്കുന്ന നോവലുകളായിരുന്നു. പക്ഷേ ആ എഴുത്തുകാരൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം എനിക്ക് സ്വാഭാവികമായിട്ടുണ്ടായി. വാരികളും ഞാൻ പറയില്ല 17 വാരികളോളം ഒരു സമയത്തുണ്ടായിരുന്നു. അതിൽ 10ഓളം വാരികൾക്ക് 3 ലക്ഷത്തിലധികം വരിക്കാരുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന മംഗളമായിരുന്നു. മംഗൾ 17 ലക്ഷം ഉണ്ടായിരുന്നു. മനോരമയെ കവച്ച് വെച്ചിട്ട് മനോരമയ്ക്ക് അന്തം വിട്ടുപോയി. മനോരമയ്ക്ക് 15 ലക്ഷം കഴിക്കുമ്പോൾ 17 ലക്ഷമൊക്കെ മംഗളം വാരിക വിറ്റ് പോയിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് പൂട്ടിപ്പോയി അവസാനിക്കുകയും ചെയ്തു. ഇത് എന്ത് സംഭവിച്ചു, ഇതിനെന്നൊക്കൊരു ക്യൂരിയോസിറ്റി തോന്നി. ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് പോയതാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ജമന്തി പൂക്കൾ നീണ്ട കഥയുടെ കഥ. പണ്ട് നീണ്ട കഥ എന്നാണ് പറഞ്ഞിരുന്നത്, ഈ നോവലുകൾ എന്നുള്ളതല്ല പറഞ്ഞിരുന്നത്. നീണ്ട കഥ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് നോവൽ എന്നുള്ളതായിട്ടുണ്ട്. ഈ പറഞ്ഞ കാലഘട്ടത്തിൽ 17 തൊട്ട് 20 വരെയുള്ള 20ഓളം വാരികളുണ്ടായിരുന്ന സമയത്ത് ഓരോന്നിലും 9 നോവലുകൾ വരെ വന്നിരുന്നു. അപ്പോൾ ഒരാഴ്ച നമുക്കറിയാം 150 നോവലുകളുടെ അധ്യായം വന്നിരുന്നു. അത് ഭയങ്കര ഒരു തരം കടുംവെട്ടായിരുന്നു. നമുക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ, കുറച്ച് എഴുത്തുകാരെയും നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അവർക്കൊക്കെ അഡ്വാൻസ് കൊടുത്ത് നോവൽ എഴുതിക്കുകയായിരുന്നു. കോട്ടയത്തെ ലോഡ്ജുകളിലൊക്കെ ഇത്തരം എഴുത്തുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ലോഡ്ജുകളൊക്കെ നിറഞ്ഞിരുന്നു. അവർക്ക് ഒരേ സമയത്ത് തന്നെ 9ലധികം നോവലുകളൊക്കെ എഴുതി കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. അത് ശരിക്കും ഒരു കടുവെട്ടാണ് സംഭവിച്ചത്. ഇത് വളരെ ലാഭകരമായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണെന്ന് കണ്ടിട്ട് എഡിറ്റർമാർ എന്നുള്ള പേര് ശരിക്കും അക്ഷരം പോലും അറിയാത്ത ഒരുപാട് ആളുകൾ കയറി വന്ന് അതങ്ങോട്ട് മാക്സിമം മുതലാക്കി. അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിലനിൽപ്പ് അപകടത്തിലായി. പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് പൂട്ടിച്ച് പോയി അവസാനിച്ചു. അപ്പോൾ അതിലേക്ക് ഒരു അന്വേഷണമാണ് ഞാൻ ഈ ജമന്തി പൂക്കൾ നീണ്ട കഥയുടെ കഥ എന്നുള്ള നോവൽ കൂടി ഉദ്ദേശിച്ചത്. ഈ ജമന്തി പൂക്കൾ എന്നുള്ള പേരിടാനുള്ള കാരണം എന്താ വെച്ചാൽ അതിനൊരു അന്നത്തെ നോവലുകൾക്കൊക്കെ ഒരു പേരിന് പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മൾ കേൾക്കാൻ സുഖമുള്ള പേര് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ജമന്തി പൂക്കൾ എന്നുള്ള ജമന്തി എന്നുള്ള ഒരു കഥാപാത്രമൊക്കെ ഉണ്ട് അതിൽ. അതങ്ങനെ വെച്ചിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. മിക്കവാറും തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വാരികൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം ഒരേപോലെയാണ്. ഈവൻ മുഖചിത്രം പോലും സിനിമാ താരങ്ങളുടെ മുഖചിത്രം വെച്ചിട്ടായിരുന്നു. തുറന്നു കഴിഞ്ഞാലോ 9 നോവലുകൾ പിന്നാലെ മിക്കവാറും അതിൽ എഴുതുന്ന ആളുകളും ഒരേ ആളുകളായിരുന്നു. അതൊക്കെ അവസാനിച്ചിട്ട് ഇപ്പോൾ മനോരമ മാത്രമായിട്ടുണ്ട്. മനോരമയിൽ ഇപ്പോൾ 7 നോവലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 7 നോവലുകളിൽ 3 നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന് KK സുധാകരനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. KK സുധാകരൻ എന്നുള്ള പേരിൽ 2 നോവലും ഒരു നോവല് M പ്രസാദചന്ദ്രൻ എന്നുള്ള പേരിലും. അപ്പോൾ അത്രയും അങ്ങനെയുള്ള എഴുത്തുകാർ പോലും നമുക്കില്ലാണ്ടായി. നമുക്ക് ആവശ്യപ്പെട്ടാൽ അത്രയ്ക്ക് എഴുതി കൊടുക്കാനുള്ള എഴുത്തുകാർ പോലും ഇല്ലാണ്ടായി. അങ്ങനെ ഒരു വല്ലാത്തൊരു നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് നടന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജമന്തി പൂക്കൾ എന്നുള്ള നോവൽ എഴുതിയത്. ആഷിൻ്റെ രണ്ടാമത്തെ നോവൽ ക്യൂറേറ്റർ, അതും തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന നോവലായിരുന്നു. നമ്മളിൽ പലരും വായിച്ചതാണ്. ആനുകാലികങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന ഒരാളിനെ കുറിച്ചുള്ള കഥയാണ്. നമ്മുടെ ജമന്തി പൂക്കളിലേക്ക് എത്തുമ്പോഴത്തേക്കും കാണുന്ന ഒരു കാര്യം വളരെ
പുഷ്കലമായി നിന്ന ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ്. നമ്മുടെ അതൊരു വ്യവസായമാണ് എന്ന് മാഷ് പറഞ്ഞു. ഈ ആഴ്ചപ്പതിപ്പുകളുടെ ലോകം ഒരു വലിയ വ്യവസായമായിരുന്നു. 17 ലക്ഷം കോപ്പി എന്നൊക്കെ പറയുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്ന് ഒരാഴ്ചപ്പതിപ്പിനൊക്കെ മാക്സിമം കിട്ടുക ഒരു 15,000 കോപ്പിയൊക്കെയാണ് വിറ്റ് പോകുന്നത്. മാക്സിമം, പരമാവധി. ആ സ്ഥാനത്താണ് ഈ 17 ലക്ഷം കോപ്പി. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പരാജയത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഴ്ചയ്ക്ക് ഉണ്ടായ കാരണം എന്തായിരിക്കും? ഇങ്ങനെ ഈ ആഴ്ചപ്പതിപ്പുകൾ നിന്നു പോവുകയും ഇപ്പം മലയാള മനോരമ മാത്രമേ ഉള്ളൂ. 60ഓളം ആഴ്ചപ്പതിപ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് മാഷ് നോവലിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അതിങ്ങനെ ഇല്ലാതെയായി പോയത്? ഇതിന് കാരണങ്ങൾ പലതും കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ. പ്രത്യേകിച്ചും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സീരിയലുകളുടെ വരവാണ്. മലയാള ടെലിവിഷൻ ചാനൽ വളരെ സജീവമായിപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ തരത്തിലുള്ള സീരിയലുകളാണ് വന്നിരുന്നത്. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും കളിയാക്കിയിട്ട് പറയുന്നത് വീട്ടമ്മമാരാണ് അത് അധികം വായിച്ചിരുന്നത് പറയും. ഇപ്പോൾ വീട്ടമ്മമാർക്ക് ഇത് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു എഫർട്ട് ആവശ്യമുണ്ട്. നമ്മൾ വീട്ടുപണിയുടെ ഇടയിൽ നമുക്കത് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സീരിയലുകൾ വന്നപ്പോൾ അത് വളരെ കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റി അവർക്ക്. കാരണം ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സീരിയലുകളാണ് കാണാം, ഒരു ചിലവില്ലാണ്ട് സീരിയലുകൾ കാണാം. നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവരൊക്കെ ഓരോന്ന് അന്നൊക്കെ ഇത് വാങ്ങാനുള്ള കാശ് പോലും ആൾക്കാർക്ക് വളരെ കുറവായിരുന്നു. പണിയെടുക്കുന്ന സ്ത്രീകളൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ്. ഒരാൾ ഒരു വാരിക വാങ്ങും, മറ്റേ വേറൊരു വാരിക വാങ്ങും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വായനാശീലത്തിന് ഒരുപാട് ഇതായിട്ട്, പ്രത്യേകിച്ചും നമ്മുടെ 80കളിലൊക്കെ ഉണ്ടായിട്ടുള്ള സാക്ഷരതാ പ്രസ്ഥാനം അതിനെ ഇത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് വായിക്കാൻ, അക്ഷരങ്ങളോടുള്ള ഒരു അടുപ്പം എന്തായാലും കാത്തു സൂക്ഷിക്കാൻ ഈ നോവലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വായിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. ഏതൊരു എഴുത്തുകാരനും ഏതൊരു സാഹിത്യവും മനുഷ്യനെ കൊണ്ട് വായിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എഴുത്തുകാരൻ അവിടെ പരാജയപ്പെടും. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു ചൂഷണ ബുദ്ധിയോട് കൂടിയിട്ട് ഈ ഇതിൻ്റെ പത്രോടമകൾ ഇതായപ്പോൾ, പ്രത്യേകിച്ചും വളരെ കുറഞ്ഞ മുടക്കുമുതൽ കൊണ്ട് ഏറ്റവും കൂടുതൽ കൊയ്തിട്ടുണ്ട്. നമ്മൾ ഈ റബ്ബർ കൃഷിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ്. വളരെ പെട്ടെന്ന് കാശുണ്ടാക്കുക എന്നുള്ള നിലയ്ക്ക് ആരൊക്കെയോ എഡിറ്റർമാരായിട്ട് രംഗത്തെത്തി. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു മുറിയിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ, എന്ന് മാത്രമല്ല പ്രിൻ്റ് ചെയ്ത് കിട്ടാനും വളരെ എളുപ്പമാണ്. പ്രസ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, മാറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ കോപ്പികളൊക്കെ പ്രിൻ്റ് ചെയ്ത് വരും. അത് വലിയൊരു വ്യവസായമായിട്ട് മാറി. പക്ഷേ അത് എല്ലാത്തിനും ഒരു ഓപ്റ്റിമം പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല. പെട്ടെന്ന് ആളുകൾക്ക് മടുക്കും. എന്താ വെച്ചാൽ ഈ പറഞ്ഞ നോവലുകളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ ലോഡ്ജുകളിലിരുന്ന് ആളുകൾ എഴുതുന്ന നോവലുകളൊക്കെ അവർക്ക് ഭയങ്കര പ്രഷറായിരുന്നു. ഓരോ ദിവസം ഒരു നോവൽ എഴുതി കൊടുക്കുക പറഞ്ഞാൽ അത് അടുത്ത അധ്യായത്തിലേക്ക് എന്തെങ്കിലും ഒരു ഇതിട്ട് കൊടുത്തിട്ട് വേണം, ഒരു ഇര ഇട്ട് കൊടുത്തിട്ട് വേണം പെട്ടെന്ന് അത് അവസാനിപ്പിക്കുമ്പോൾ. അപ്പോൾ പലപ്പോഴും മറന്നുപോകും. എന്താണ് ആ നോവലത്തെ കഥാപാത്രങ്ങളെ അവർ മറന്നുപോയിരുന്നു. ഭയങ്കര പ്രഷറായിരുന്നു. അപ്പോൾ അത് എഴുത്ത് വളരെ യാന്ത്രികമായിട്ട് പോയി. എഴുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വളരെ കൃത്രിമമായിട്ടുള്ള രചനകളിലേക്ക് പോയി. അതിൻ്റെ ക്വാളിറ്റി, ആ നിലയ്ക്ക് അതിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞു പോയി. നമ്മളെ ഉള്ളിൽ നിന്ന് വന്നാലേ എഴുത്ത് നന്നാവുള്ളൂ. ഒരു വായനക്കാർക്ക് സംവദിക്കണമെങ്കിലും നമ്മൾ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. ഇത് വളരെ യാന്ത്രികമായിട്ട് ഈ സീരിയലുകൾ എഴുതുന്ന പോലെ തന്നെയായിരുന്നു അതും. അപ്പോൾ കൃത്രിമമായിട്ട് കഥകളൊക്കെ ഉണ്ടാക്കി, കഥാപാത്രങ്ങളെ ഉണ്ടാക്കി, അങ്ങനെ എന്താ അപ്പം ചുട്ടെടുക്കുന്ന പോലെ നോവലുകൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾക്ക് മടുത്തു. ഇതാണ് പ്രധാനപ്പെട്ട കാരണം, അതാണ്. പക്ഷേ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് TV സീരിയലുകളെയാണ്. മാഷ് നമ്മുടെ ഈ ആഴ്ചപ്പതിപ്പുകളെ പറ്റി പറയുമ്പോൾ മുട്ടത്ത് വർക്കിയുടെ കാലത്തിന് ശേഷം ആണ് ഇത് വൻതോതിൽ ഈ ആഴ്ചപ്പതിപ്പുകളിൽ ഈ നോവലുകൾ വന്നു തുടങ്ങിയത്. മാഷ് അതിൻ്റെ നിന്നുപോയതിനുള്ള കാരണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന സംഗതിയുണ്ട്. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ ഒട്ടുമിക്കവരും അങ്ങനെയുള്ള ആഴ്ചപ്പതിപ്പുകൾ വായിച്ചിട്ടുള്ളവരാണ്. അത് മോശമാണെന്നൊന്നും ആർക്കും അന്ന് തോന്നിയിരുന്നില്ല. അതിലെ ഭാഷ വളരെ മനോഹരമായ മലയാളത്തിൽ എഴുതപ്പെട്ടവയായിരുന്നു. തെറ്റ് തീരെ കുറഞ്ഞ മലയാള ഭാഷയിൽ എഴുതപ്പെട്ട നോവലുകളാണ്. മാഷ് അതിനുവേണ്ടി വലിയ റിസർച്ച് നടത്തുകയും പഴയ ആഴ്ചപ്പതിപ്പുകൾ സംഘടിപ്പിക്കുകയും അതിനെയൊക്കെ വിശകലനം ചെയ്യുകയും ചെയ്തതാണ്. മാഷ് എന്നോട് സംസാരിക്കുകയും ചെയ്തു. തീരെ ഭാഷാപരമായ തെറ്റുകൾ കുറഞ്ഞ നോവലുകളായിരുന്നു അവ. പക്ഷേ നമ്മുടെ പുതിയ കാലത്തും ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ധാരാളമായി വായിക്കപ്പെടുന്ന വിറ്റുപോകുന്ന പുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവയിൽ ഈ ഭാഷാപരമായ ഒരു ഭംഗിയോ അല്ലെങ്കിൽ തെറ്റ് ഇല്ലാത്ത ഒരവസ്ഥയോ തീരെ ഇല്ല എന്നത് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ എഴുത്തുകാർ തീർച്ചയായിട്ടും ഭാഷയിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു, പ്രാവീണ്യം കൊടുത്തിരുന്നു.
എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ഇന്ന് അതല്ല സംഭവിച്ചിരിക്കുന്നത്. മാഷ് അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട് ആ നോവലിൻ്റെ എഴുത്തിൽ? തീർച്ചയായിട്ടും. ഈ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ക്രാഫ്റ്റ് നമുക്ക് സമ്മതിച്ചു കൊടുക്കണം. ഈ എഴുത്ത് പ്രത്യേകിച്ച് നമ്മൾ ജോയ്സിയുടെ നോവലുകൾ, അല്ലെങ്കിൽ കെ കെ സുധാകരൻ്റെ നോവലുകൾ, ഇതൊക്കെ ഇന്നും വളരെ മേന്മ പുലർത്തുന്ന നോവലുകളാണ്. പിന്നെ കുറേ ആളുകൾ ഈ പറഞ്ഞ നമ്മുടെ മാത്യു മറ്റമൊക്കെ ഒരുപാട് നല്ല നോവലുകൾ എഴുതിയാണ്. നല്ല നോവൽ നമുക്ക് വായിക്കാൻ സുഖം തോന്നുന്ന നോവലുകൾ, അതാണല്ലോ പ്രധാനം. വായിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ മുഖ്യധാരയിൽപ്പെട്ട എഴുത്തുകാരുടെ പലർക്കും അവർക്ക് വെല്ലുവിളി എന്തായിരുന്നു വെച്ചാൽ അവസാനം അവർ വായിപ്പിക്കാൻ പറ്റുന്നില്ല. പലപ്പോൾ സംഗതി വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാവാം, ഭാഷ കൈകാര്യം ചെയ്യാനുള്ള പോരായ്മ കൊണ്ടൊക്കെ ആവും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അന്നത്തെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ജോയ്സിയുടെയും സുധാകരൻ്റെയൊക്കെ നോവലുകൾ ഇപ്പോൾ മുഖ്യധാര നോവലുകൾ വായിക്കുന്നവരെ, എഴുതുന്നവരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്രാഫ്റ്റ് കണ്ടുപിടിക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, പണ്ടത്തെ എഴുത്തുകാർക്ക് ഇതിലൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു, എഴുത്തിനോടൊരു ആത്മാർത്ഥതയുണ്ട്, സമയം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഈ പിന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറഞ്ഞ പോലെ നോവലുകൾ വേണം, അത്യാവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകളെ കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിച്ച ആളുകളെ കൊണ്ട് എഴുതിക്കാൻ തുടങ്ങി. പലപ്പോഴും അവർക്ക് ഇതിൽ വാസനയുള്ള ആളുകളൊന്നും ആവില്ല, അത് ഭാഷയിലും വലിയ പ്രാവീണ്യം ഉണ്ടാവില്ല. എന്തെങ്കിലും എഴുതി കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇപ്പോൾ അതിൻ്റെ മൂല്യം നിലവാരം വളരെ കുറഞ്ഞു പോയി. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം എഴുതിയിരുന്ന ആളുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളായിരുന്നു. പിന്നെ അത് നഷ്ടപ്പെട്ടു പോയ ആളുകളൊക്കെ ഒരുപാട് എഴുതാൻ വേണ്ടി മാത്രം ഈ രംഗത്തേക്ക് വന്ന ആളുകൾ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഈ രംഗത്ത് നിന്ന് അവർക്ക് നിഷ്ക്രമിച്ച് പോകേണ്ടി വന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആളുകളെ വായിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം ഈ എഴുത്തുകാരെല്ലാവരും നിർവഹിച്ചിരുന്നു. അതുപോലെ ഈ നോവലിൽ ഒരു എഡിറ്ററുണ്ട്. എഡിറ്റർ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. മാഷ് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പലർക്കും പരിചയമുള്ള, ഈയിടയ്ക്ക് വളരെയധികം സംസാരിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട്, കമ്പിളികണ്ടത്തെ കൽഭരണികൾ. മാതൃഭൂമിയുടെ എന്നല്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു പുസ്തകമാണത്. അദ്ദേഹം നാളെ ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ രചയിതാവ്. അത് എഡിറ്റ് ചെയ്തത് മാഷാണ്, ആ പുസ്തകം. അതിനെപ്പറ്റി വളരെ വ്യാപകമായി ചില മോശം അഭിപ്രായങ്ങളും വളരെ തെറ്റായ ചില അഭിപ്രായങ്ങളുമൊക്കെ നിരന്തരം കേൾക്കുകയും അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയാവുകയൊക്കെ ചെയ്തു. അപ്പോൾ എഡിറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എഡിറ്റർ എന്നുള്ള ആളിൻ്റെ ഒരു ജോലി മാഷ് നിർവഹിച്ചതാണ് ആ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ. അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥ എന്ന് പറയുന്നത് മാഷ് എഴുതി കൊടുത്ത പുസ്തകമാണെന്ന് വരെ പലരും പറഞ്ഞു. നമുക്ക് വായിക്കുമ്പോൾ അറിയാം, അഷ്ടമൂർത്തി എന്ന് പറയുന്ന ആളിൻ്റെ ഭാഷയോ അദ്ദേഹം സൃഷ്ടിക്കുന്ന കാലമോ അദ്ദേഹം സൃഷ്ടിക്കുന്ന സംഭവങ്ങളോ അല്ല കമ്പിളികണ്ടത്തെ കൽഭരണികളിലുള്ളത്. അത് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാഷയിൽ വ്യത്യസ്തമായ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. എഡിറ്റർ എന്നുള്ള രീതിയിൽ മാഷ് കമ്പിളികണ്ടത്തിൽ എന്താണ് ചെയ്തത്? പ്രത്യേകിച്ചും അത് തിരുവനന്തപുരത്ത് വരുമ്പോൾ മാഷ് അത് പറയണം. തിരുവനന്തപുരത്ത് നിന്നാണ് ഇതിനെപ്പറ്റി വ്യാപകമായ ചില ദുരാരോപണങ്ങളെന്ന് തന്നെ പറയാം ഉണ്ടായത്. മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷയിൽ തന്നെ ഒരു എഡിറ്ററുടെ സാന്നിധ്യം വളരെ കുറവാണ്. കാരണം എഴുത്തുകാരൊക്കെ സർവജ്ഞനാണെന്നൊരു ഭാവമുണ്ട്, അവർക്ക് ഒരു ബോധമുണ്ട്. ഞാൻ എഴുതുന്നതിൽ ഒരു വരി പോലും മാറ്റരുത്, ഒരു വാക്ക് പോലും മാറ്റരുതെന്നൊക്കെയാണ് പൊതുവെ നമ്മുടെ എഴുത്തുകാർ പറയുക. പക്ഷേ സത്യത്തിൽ ഒരു എഡിറ്ററുടെ സാന്നിധ്യം നമ്മുടെ വിദേശ സാഹിത്യത്തിലൊക്കെ വളരെ പ്രബലമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമുക്കൊരു പ്രസാധകനെ സമീപിക്കാൻ പോലും എഴുത്തുകാരെ നേരിട്ട് സമീപിക്കാൻ കഴിയില്ല. എഡിറ്റർ നടുക്കൊരു ഇതായിട്ട് വരും. പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല, ഇന്ത്യൻ ഭാഷയിൽ മലയാളത്തിൽ തീരെയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാബു ഇങ്ങനൊരു സാധനം എഴുതിയിട്ടുണ്ട്, ഫേസ്ബുക്കിൽ വരുന്നുണ്ടെന്നും അതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. അന്ന് നിങ്ങൾ പരിചയക്കാരല്ല. അത് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി നല്ല ഈ പ്രസിദ്ധീകരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നി, അതിൻ്റെ കണ്ടൻറ്റ് വെച്ചിട്ട്. പക്ഷേ ബാബുവിനെ ബാബു 16 വയസ്സിലൊക്കെ നാട് വിട്ടു പോയതിന് ശേഷം മലയാളത്തിലെ സമ്പർക്കം, ഇന്നൊക്കെ എളുപ്പത്തിൽ സമ്പർക്കം പുലർത്താൻ പറ്റും ഈ സോഷ്യൽ മീഡിയ വഴിക്ക്. പക്ഷേ അതൊന്നും സൗകര്യം ഉണ്ടായിരുന്നില്ല. ബാബുവിന് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബുവിൻ്റെ രചനയിൽ കുറേ പാകപ്പിഴകളെന്നൊക്കെ പറയാം. ചിലത് വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുക, വാചകങ്ങളുടെ ഘടനയ്ക്കുള്ള വ്യത്യാസം, അക്ഷരങ്ങൾക്ക് ചില തെറ്റുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് മുഴുവനൊന്നും കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഒന്നും എഴുതി ചേർത്തിട്ടില്ല. അത് ഞാൻ എവിടെ പറഞ്ഞാലും ഞാൻ പറയാറുണ്ട്, ഞാൻ ഒന്നും എഴുതി ചേർത്തിട്ടില്ല, ഒരു വാചകം പോലും ഞാൻ എഴുതി ചേർത്തില്ല, ഒരു വാക്ക് പോലും വെട്ടിക്കളഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഈ വെട്ടിക്കളയിൽ വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ
എഡിറ്റർമാരുടെ സാന്നിധ്യം ഇല്ലാതായി കഴിഞ്ഞതാണ് നമ്മുടെ പുസ്തകങ്ങൾ. പലപ്പോഴും നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ടല്ലോ, ഇത് പുസ്തകം ഇത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല, കുറേ ഭാഗങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ വായനക്കാർ പറയാറുണ്ട്, അവർക്ക് തോന്നാറുണ്ട്, അത് പറയാറുണ്ട്. പക്ഷേ അതേസമയത്ത് വായനക്കാർ എഴുത്തുകാർ വളരെ വലിയൊരു സ്ഥിതിയിലിരിക്കുന്ന ആളുകളെ നമുക്ക് തൊടാൻ പറ്റില്ല. പക്ഷെ അതിന് തയ്യാറായി കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് തോന്നുന്ന പല പുസ്തകങ്ങളും ഇന്ന് നമ്മൾ വൃദ്ധാസ്ഥൂലം എന്നൊക്കെ പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ നല്ല രീതിയിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു എഡിറ്ററുടെ സാന്നിധ്യം നമ്മുടെ ഭാഷയിലും അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാഷ് എന്നോട് വ്യക്തിപരമായി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞത്. കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അഷ്ടമൂർത്തി ഒന്നും എഴുതി ചേർത്തിട്ടില്ല, ചിലത് വെട്ടിക്കളയുകയാണ് ചെയ്തത്. ചില വാക്യങ്ങൾ ഭംഗി വരുത്താനായിട്ട് അതിൻ്റെ എഴുത്തുകാരനായ ബാബു ഇബ്രാഹിമിനോട് തന്നെ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ അതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ജമന്തിപ്പൂക്കൾ വളരെ ആകാംക്ഷ ഉണർത്തുന്ന ഒരു പുസ്തകം തന്നെയായിരിക്കും, ഒരു നോവൽ തന്നെയായിരിക്കും. അതിൻ്റെ ആദ്യ വായനക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. ഒരു വളരെ പെട്ടെന്ന് ഉത്തരം പറയേണ്ട ഒരു ചോദ്യം, കഴിഞ്ഞ 50 വർഷമായി ഒരേ നിലവാരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, മനോഹരമായ മലയാളം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം എഴുതാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അതിൻ്റെ സൂപ്പർലേറ്റീവ്സ് എനിക്ക് ഞാൻ അംഗീകരിക്കുന്നില്ല. അതിപ്പോൾ ഓരോ വായനക്കാരൻ്റെയും അഭിരുചി അനുസരിച്ചിരിക്കും. 50 വർഷമായിട്ട് നിരന്തരം മനോഹരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് പ്രിയദർശൻ്റെ അഭിപ്രായം മാത്രമാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ പറഞ്ഞ ജമന്തിപ്പൂക്കളിനെ കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനിത് ഈ പറഞ്ഞ എഡിറ്റർമാരുടെ ഒരു സഹായം ഞാൻ എപ്പോഴും സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഈ പുസ്തകം തന്നെ ഇതിൻ്റെ 2-3 വെർഷൻസ് പ്രിയദർശനം വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഫോൺ വഴിക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഒരുപാട് ഭാഗങ്ങൾ മാറ്റി എഴുതിയിട്ടുണ്ട്. എഴുത്തുകാരൻ ഒരിക്കലും ഒരു സർവജ്ഞനല്ല, സർവാധിപതിയൊന്നുമല്ല. ഒരുപാട് പോരായ്മകൾ എഴുത്തുകാരുണ്ട്. നമ്മൾ കാണുന്ന ലോകം എന്ന് മാത്രമല്ല, നമ്മൾ എഴുതുന്നതിന് ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എഴുതിയ തെറ്റുകൾ നമ്മൾ കണ്ടെത്തില്ല. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എൻ്റെ 2-3 കൂട്ടുകാരുണ്ടായിരുന്നു വളരെ നിശിതമായിട്ട് വിമർശിക്കാൻ ധൈര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്രയും സന്മനസ്സ് കാണിക്കുന്ന ആളുകൾ. നമ്മൾ ഈ പുസ്തകം വായിക്കാൻ കൊടുത്തിട്ട്, നമ്മൾ പ്രസിദ്ധീകരിക്കാവുന്ന ഒരു പുസ്തകം വായിക്കാൻ കൊടുത്തിട്ട് ഇത് നന്നായിട്ടുണ്ടോ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച അവിടെ അവസാനിക്കും. അവരിരിക്കുന്ന നല്ല രീതിയിലല്ല നമ്മുടെ പുസ്തകത്തിന് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരുടെ അഭിപ്രായങ്ങളും കൂടി എനിക്ക് മതിയാവാതിഞ്ഞിട്ടാണ് ഞാൻ പ്രിയദർശനെ 2-3 പ്രാവശ്യം 2-3 വെർഷൻസ് അയച്ചു കൊടുത്തത്. പ്രിയദർശൻ്റെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഞാൻ അതും മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ 50 വർഷത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഷ എന്ന് പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിപ്പോഴും അംഗീകരിക്കുന്നില്ല. കാരണം അതിനിപ്പോഴുള്ള പോരായ്മകൾ ഉള്ളതുകൊണ്ടാണ്, ആ പോരായ്മകളുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പ്രിയദർശനടക്കമുള്ള എഴുത്തുകാരെ ഞാൻ സമീപിക്കുന്നത്. നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാഷിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കഥാകൃത്താണ് അഷ്ടമൂർത്തി സാർ. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും ഞാൻ സൂക്ഷിച്ച് സമാഹരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രസിദ്ധീകൃതമായ എല്ലാ കഥകളും. എനിക്കൊരു പരിചയമില്ല മാഷുമായിട്ട്, കഥകൾ വായിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ യാതൊരു പരിചയമില്ല. അതുകൊണ്ട് ഞാൻ വേറൊരിടത്തുനിന്ന് ഓടി വരികയായിരുന്നു മാഷിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഒരു കാര്യം, ഈ നീണ്ട കഥകളെ പറ്റി പറയുമ്പോൾ, ഈ നേരത്തെ നീണ്ട കഥകളിൽ അഭിനയിക്കുക എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പരാമർശിച്ച് കണ്ടില്ല. എനിക്ക് തോന്നുന്ന ഇതുവരെ അതിനകത്തും അത് കണ്ടില്ലെന്ന് തോന്നുന്നു. മലയാള മനോരമയിലാണ് ഈ അധികമായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് 80കളിൽ ആയപ്പോഴത്തേക്ക് നിന്നുപോയി. അതിനു മുമ്പ് 70കളിലായിരുന്നു സജീവമായിട്ടുണ്ടായിരുന്നത് നീണ്ട കഥകൾ. ഈ നീണ്ട കഥയിൽ അഭിനയിച്ചവർ എന്ന് പറഞ്ഞ് അവസാനം ഈ അഭിനയിച്ച ആ കഥാപാത്രത്തിൻ്റെ പേര് ചെയ്യുന്ന ഒരു സമ്പ്രദായമെന്ന് മലയാള മനോരമയിലാണ് വ്യാപകമുണ്ട്. ഇതിൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ വായനയിൽ അത് വളരെ സജീവം. മാഷത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് ആ കഥയിൽ കൂടെ എഴുതിയിടത്തോളം നമ്മൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതേ കണ്ടുള്ളൂ, പുസ്തകമായിട്ട് കണ്ടില്ലല്ലോ, അതുപോലെ കണ്ടില്ല. അപ്പോൾ അത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ അത് പരാമർശിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, നമുക്ക് സ്വന്തം ഫോട്ടോ പ്രസിദ്ധീകരിച്ച് വരാൻ പോലും ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നീണ്ട കഥയിലൊക്കെ അഭിനയിച്ച് വരുമ്പോൾ അവരൊക്കെ സിനിമാ താരങ്ങളാവാൻ പറ്റുമോ എന്നൊക്കെ അവർക്കൊരു മോഹം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഈ നാടകത്തിൽ അഭിനയിച്ചാലും ഇത്രയും പബ്ലിസിറ്റി കിട്ടും. പക്ഷേ മനോരമ പോലെ ഒരു ആഴ്ച പതിപ്പിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ അന്ന് തന്നെ വിൽക്കുന്നുണ്ട്.
അപ്പോൾ അതിൽ ഈ നീണ്ട കഥയിൽ അഭിനയിച്ചതെന്ന് പറയുമ്പോൾ അവരൊക്കെ വിചാരിച്ച് ഞാൻ പ്രേം നസീർ ആവാം, അല്ലെങ്കിൽ എനിക്ക് മിസ് കുമാരിയായിട്ട് മാറാമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന. അപ്പോൾ അതിന് വേണ്ടി ക്യൂ നിന്നിരുന്നെന്ന് പോലും കേട്ടിട്ടുണ്ട് ഇത് അഭിനയിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ പിന്നീട് അത് ചിത്രമായിട്ട് മാറി. എന്താ ചെയ്യുക, 9 നോവലുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലൊക്കെ അഭിനയിക്കാൻ ആൾക്കാരെ കിട്ടുന്നില്ല. പിന്നെ അവർക്ക് താല്പര്യം കുറഞ്ഞ ആളുകൾ, എന്താ വെച്ചാൽ അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയ വഴിക്ക് സ്വന്തം മുഖമൊക്കെ പ്രസിദ്ധീകരിക്കാൻ ധാരാളം അവസരം കിട്ടി. എന്നിട്ടും ഒരു വാരിക ഇതിനിടയിൽ ഇത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കി. ഈ നീണ്ട കഥയിൽ അഭിനയിക്കാൻ വേണ്ടി ശരിക്കും അഭിനേതാക്കളെ കൊണ്ടുവന്ന് നോക്കി. പക്ഷെ അത് നിലനിന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നാമത് ഈ നീണ്ട കഥ അപ്പം എഴുതി കൊടുക്കുകയാണല്ലോ. അപ്പോൾ അതിൽ അഭിനയിക്കുന്ന ആൾക്കാർ അവസാനം വരെ ഉണ്ടാവണം. ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അത് പറ്റില്ല. അത് കാരണം അവർ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി, ഫോട്ടോഗ്രാഫർമാർ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് പ്രാക്ടിക്കലല്ല എന്ന് വിചാരിച്ചത് അവസാനിപ്പിച്ചു. നമ്മുടെ സമയം അവസാനിക്കുന്നു. എന്തായാലും ജമന്തിപ്പൂക്കൾ നീണ്ട കഥയുടെ കഥ മാതൃഭൂമി ഒരു 3 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും. എല്ലാവരും വായിക്കുകയും അതിൻ്റെ പറ്റിയുള്ള അഭിപ്രായം മാഷിനെ അറിയിക്കുകയും ചെയ്യണം. മാഷിൻ്റെ കഥകൾ തുടർന്നും വരട്ടെ. മാതൃഭൂമിയിലെ മാഷിൻ്റെ എല്ലാ പുസ്തകങ്ങളും ലഭ്യമാണ്. ഇങ്ങനെ ഒരു വേദി തന്നതിന് മാതൃഭൂമിയോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവരും നന്ദി.